ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും KL39 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. സെക്കൻഡ് ടൈമാണ് നമ്മളിവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ മോർണിംഗ് സഫാരിയാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരെ യാത്രയിലേക്ക് പോവാം. ഈ ഒരു യാത്ര നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ടിക്കറ്റ് ഓൺലൈനൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരിട്ട് വന്നിട്ട് ഓഫ്ലൈനാണ് ടിക്കറ്റ് എടുത്തത്. ശരിക്കും ഒരു റിസ്കി ഗെയിം ആയിരുന്നു. എന്തായാലും നമ്മുടെ യാത്രകളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് പോവാം. ജനുവരി ഫസ്റ്റ് വീക്കാണ് നമ്മൾ ഈ ഒരു സഫാരിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞുണ്ട്. നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കണ്ടറിയാൻ പറ്റും. നല്ല കോടയും അതുപോലെ തന്നെ അതിലൊക്കെ ആനിമൽസ് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. ആനകളുടെ ഒരു കൂട്ടം തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സഫാരി വന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ദൂരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് മഞ്ഞത്ത് ആനകളുടെ വിഷ്വൽ കിട്ടിയത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമുക്കൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. അമ്മയും കുഞ്ഞും അതുപോലെ തന്നെ പുറകിൽ നിന്ന് ആനകൾ വരെ നമുക്ക് ആ വിഷ്വൽ കാണാൻ പറ്റും. എന്തായാലും നല്ല രീതിയിൽ കോടയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 5 പേരാണ് നമ്മുടെ സഫാരി വീക്കിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. എന്തായാലും നിങ്ങൾ ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. കാരണം ഈ സമയത്ത് നല്ല ക്ലൈമറ്റും നല്ല രീതിയിൽ സൈറ്റിംഗ് ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ജിപ്സിക്ക് ഏകദേശം 4000 രൂപയാണ് 5 പേർക്ക് വരുന്ന ടിക്കറ്റ് ഫീസ്. അതും 2 മണിക്കൂറായിരിക്കും സഫാരി ടൈം കിട്ടുന്നത്. നമ്മളെന്തായാലും 2 സഫാരി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് 4 മണിക്കൂറത്തെ സഫാരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഒരു ജിപ്സിക്ക് 8000-ഓളം രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സോ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയും ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എന്തായാലും നമ്മുടെ മോർണിംഗ് സഫാരിയിലെ ഈ കാഴ്ചകൾ വളരെ മനോഹരം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു ടൈഗറിൻ്റെ ഒരു പക്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞത് മുന്നോട്ടുള്ള ഭാഗത്തായിട്ടാണ് അത് പോയേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് എയിം ചെയ്ത് പോവുകയാണ്. എന്തായാലും ഈ ഒരു മഞ്ഞത്തൊക്കെ ഒരു ടൈഗറെ കാണാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ നമുക്ക് പോവാം. എന്തായാലും 2 മണിക്കൂറത്തെ ജംഗിൾ സഫാരി കഴിഞ്ഞിട്ട് ബാക്കി ജിപ്സികളൊക്കെ പുറത്തോട്ട് പോവാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ നമുക്ക് കടുവയുടെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ബാക്കി വണ്ടികളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. വെയിൽ വീണേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നേരെ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കടുവ ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് നേരെ അടുത്ത റോഡിലേക്ക് വരുമെന്നാണ്. അപ്പോൾ നേരെ നമുക്ക് തിരിഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് പോവാം. ഇതൊരു ഫീമെയിൽ ആയിട്ടുള്ള ടൈഗറാണ്. ഫീമെയിൽ മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ക്യൂൻ ഓഫ് ബന്ദിപ്പൂർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഈ കടുവയുടെ പേര് സുന്ദരി എന്നാണ്. നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഭംഗിയേറിയ ഒരു ഫീമെയിലാണ്. അതുകൊണ്ടാണ് ആൾക്ക് സുന്ദരി എന്ന പേര് വരാനുള്ള കാരണം. മെയിൽ ടൈഗറിനും ഫീമെയിൽ ടൈഗറിനും പ്രത്യേകം ടെറിട്ടറി ഉണ്ട്. ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് 15 മുതൽ 20 സ്ക്വയർ കിലോമീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ ടെറിട്ടറി വരുന്നത്. ആ ഒരു ടെറിട്ടറിക്കുള്ളിൽ ഒരു ഫീമെയിൽ ടൈഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. കടുവകൾ പൊതുവെ സിംഗിൾ ലൈഫ് ആഗ്രഹിക്കുന്നൊരു ജീവിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, മേറ്റിംഗ് ടൈമിന് മാത്രമാണ് അവർ കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ അവർ ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിൽ അങ്ങനെയാണ്. മനുഷ്യരെ പോലെ കൂട്ടം കൂടി ജീവിക്കാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല.
എന്തായാലും നല്ല ആരോഗ്യവതിയായിട്ടുള്ളൊരു ഫീമെയിലാണ് നമ്മുടെ സുന്ദരിക്കടുവ. ഒറ്റ നോട്ടത്തിൽ ദൂരെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മെയിലായിട്ടുള്ള ടൈഗറായിട്ട് തന്നെ തോന്നും. പക്ഷേ ആൾ ഫീമെയിലാണ്. നല്ല രീതിയിൽ നമുക്ക് ആളുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. കുറേ നേരത്തെ ഒരു മൂമെൻറ്റ്സിന് ശേഷം ആൾ വീണ്ടും കാട്ടിലേക്ക് പോവാണ്. ഫാമിലിയും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു ബെറ്റർ ടൈമാണ് ഇപ്പോൾ. നല്ല രീതിയിൽ ഡ്രൈനസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിങ് കിട്ടിയിരിക്കുന്നത് ലങ്കൂറുകളുടെയാണ്. സാധാരണ ഹനുമാൻ ലങ്കൂറൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ ഓടിപ്പോകാറാണ് പതിവ്. പക്ഷേ ഇവർക്കൊട്ടും പേടിയൊന്നുമില്ല. വണ്ടി വന്നിട്ട് റോഡ് സൈഡിൽ തന്നെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സൈറ്റിംഗ് ഒക്കെ തന്നിട്ടാണ് അവർ പോയത്. അങ്ങനെ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മഞ്ഞിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു ആനയുടെയാണ്. പൊതുവേ ആനകൾ ഗ്രൂപ്പായിട്ടാണ് കാണാറുള്ളത്. എന്തായാലും നമുക്കിവിടെ ഒരു സിംഗിളായിട്ടുള്ളൊരു ഫീമെയിൽ എലിഫൻറ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബന്ദിപ്പൂരിലെ യാത്രയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കടുവയുടെയും ബാക്കി വിഷ്വൽസ് കിട്ടി. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ ആനിമൽസിന് കിട്ടുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈവനിങ് സഫാരി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മോർണിംഗ് സഫാരി ഇനിയുണ്ട് കുറച്ച് ടൈം കൂടി. വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു കാട്ടിയുടെയാണ്. ആളെ കണ്ടിട്ട് അത്യാവശ്യം പ്രായമുള്ളൊരു കാട്ടി തന്നെയാണ് തോന്നുന്നത്. കാട്ടികൾ പൊതുവെ കൂട്ടമായിട്ടാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ സിംഗിളായിട്ടുള്ളൊരു കാട്ടിയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ സഫാരി ടൈം തീരുന്ന സമയത്ത് നമുക്ക് അവസാനമായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കരടിയുടെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കരടി തന്നെയാണ്. കാരണം ആൾ നമ്മുടെ വണ്ടിക്ക് തൊട്ട് മുന്നേ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടിയാണ് പോയത്. അങ്ങനെ നമ്മൾ ഡ്രൈവറേട്ടും പറഞ്ഞ് കുറച്ചും കൂടി മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പയ്യനെ ആളുടെ പുറകെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബന്ദിപ്പൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. കാരണം നമ്മൾ ഈവനിങ് സഫാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എന്തായാലും നമ്മുടെ കരടിയുടെ ക്രോസിംഗ് കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.